രാഷ്ട്രീയത്തോടുമൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് താല്പര്യക്കുറവെന്നാണ് പൊതുസമൂഹത്തിലുള്ള ധാരണ. ആഗോള സാമ്പത്തികമായ കാലത്ത് കുറച്ചു പേരുടെയെങ്കിലും ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഇവർ തന്നെ ചിന്തിച്ചു ഒരു തൊഴിലാളി യൂണിയന്റെ ആവശ്യകതയെക്കുറിച്ച്. എന്നാൽ നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്. ടെക്കികൾ തിരക്കിലാണ്. മാറിയും മറിഞ്ഞുമുള്ള ഷിഫ്റ്റുകളിലെ ജോലി തിരക്കിനിടയിൽ രാഷ്ട്രീയത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ചിന്തിക്കാൻ അവർക്ക് സമയമില്ലെന്ന് സംശയിക്കുക സ്വാഭാവികം. എന്നാൽ അവരുടെ അഭിപ്രായം മറിച്ചാണ്. ഇനി ഒരു പുതിയ ഗവൺമെന്റ് വരുവാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇവിടെ കേരളത്തിൽ വേണ്ടത് എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സമൂഹമാണ് ടെക്നോപാർക്കിനകത്തുള്ളത്. രാഷ്ട്രീയത്തിൽ യുവാക്കൾക്കും വനിതകൾക്കുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അവർക്ക് അഭിപ്രായമുണ്ട്. നമ്മുടെ പൊളിറ്റിക്സിൽ യുവതലമുറയ്ക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. കുറച്ചും കൂടി കമ്പനികൾക്കും ഓർഗനൈസേഷൻസുകൾക്കും കൂടുതൽ ഇവിടെ വരാനും ഇവിടുന്ന് ഫംഗ്ഷൻ ചെയ്യാനുമുള്ള കൂടുതലായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഈക്കോ സിസ്റ്റം ഇവിടെ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു പ്രധാന കാര്യം, കേരളത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നില്ല? തീർച്ചയായും വോട്ട് ചെയ്യാൻ ഇവർ പോകും. പക്ഷേ ഇവർക്കുമുണ്ട് ചില താല്പര്യങ്ങൾ. I would basically vote for anyone who would actually promise me three things. One is a corruption-free environment. Second is someone who can symbolify a sense of trust. Third is someone who would promote industrial development. നാടിന്റെ മൊത്തത്തിലുള്ള വികസനം എങ്ങനെ സാധ്യമാകും എന്നും ടെക്കിസ് ചിന്തിക്കുന്നു. റോഡ്സ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് സ്കീം ആണെങ്കിലും ഇതെല്ലാം ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത് തന്നെ അടുത്ത നെക്സ്റ്റ് വരുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർക്ക് IT പ്രൊഫഷണൽസിന് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. വരാൻ പോകുന്ന ഗവൺമെന്റിനെ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത്. ക്യാമറമാൻ സുനിലിനൊപ്പം ടെക്നോപാർക്കിൽ നിന്നും ശ്രീകല, ദൂരദർശൻ ന്യൂസ്.